പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറത്തെ കയറ്റുമതി മേഖലയും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പലയിടങ്ങളിൽ നിന്ന് നമുക്ക് ആളുകളുടെ കോളുകൾ വരുന്നുണ്ട്. അതിൽ മലപ്പുറം ഒരു ഉദാഹരണമായി എടുത്താൽ ഗൾഫ് നാടുകളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതി പ്രതിസന്ധിയിലായിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം നിലച്ചതോടെ കമ്പനികൾ കാർഗോ ബുക്കിംഗ് നിർത്തിയിരിക്കുകയാണ്. സംഘർഷത്തിന് മുമ്പ് കപ്പൽ മാർഗം പോയ കണ്ടെയ്നറുകൾ മറുകരയിൽ എത്തിയിട്ടുമില്ല. 7 കണ്ടെയ്നറുകളായി KNP എക്സ്പോർട്ടേഴ്സിന്റെ 200 ടൺ പച്ചക്കറി ഉൽപ്പന്നങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നത്. സോണൽ കൃഷ്ണ തിരൂർ മാർക്കറ്റിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കൂടി നമുക്ക് പോകാം. പശ്ചിമേഷ്യയിലെ ആ സംഘർഷത്തിന്റെ ഭാഗമായി വലിയ തോതിൽ മലയാളികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന പച്ചക്കറികളും പഴങ്ങളുമെല്ലാം തന്നെ ഏകദേശം കഴിഞ്ഞ 6-7 ദിവസമായിട്ട് നടുക്കടലിൽ കെട്ടിക്കിടക്കുന്നൊരു സാഹചര്യമുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് തൊഴിലില്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം കയറ്റുമതി നടക്കുന്നില്ല. വിമാനമാർഗവും കപ്പൽ മാർഗവുമുള്ള കയറ്റുമതികളൊന്നും തന്നെ നടക്കുന്നില്ല. 1000-ഓളം തൊഴിലാളികൾ ഇവരെ ആശ്രയിച്ച് ഇവിടെ പ്രാദേശികമായി ജോലി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കുന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഞാനുള്ളത് തിരൂർ മാർക്കറ്റിലാണ്. കഴിഞ്ഞ ദിവസം പുറത്തേക്ക് കയറ്റുമതിക്ക് വേണ്ടി കൊണ്ടുവന്ന പഴങ്ങളും പച്ചക്കറികളും കയറ്റുമതി ചെയ്യാൻ കഴിയാതെ എത്തിയത് നമ്മുടെ തിരൂർ മാർക്കറ്റിലാണ്. കഴിഞ്ഞ ദിവസം വലിയ കൗതുകം ഉണ്ടായിരുന്നു. കാരണം വെൽ പാക്ക്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി ഫ്രൂട്ട്സും പച്ചക്കറികളും നമ്മുടെ തിരൂർ മാർക്കറ്റിലെത്തി അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ആദ്യമായിട്ട് കാണുമായിരുന്നു അത്രയും ക്വാളിറ്റിയുള്ള അതുപോലെ ഒരു വെറൈറ്റി വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നമ്മൾ ഇത്രയേറെ ക്വാളിറ്റിയും ഭംഗിയുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ യാദൃശ്ചികമായി നിന്നോട്ട് നമ്മൾ ഫ്ലൈറ്റ് മിസ്സായത് കാരണം വിദേശത്തേക്ക് ഫ്ലൈറ്റ് പോകുന്നില്ലല്ലോ, അത് കാരണമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം വന്നു. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരെ മുതലാണല്ലോ ഈ നശിച്ചു പോകുന്നത്. കാരണം ലോക്കൽ മാർക്കറ്റിൽ എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരു പ്രൈസല്ലേ കിട്ടുള്ളൂ. അവർക്ക് ദിറംസ് കിട്ടുന്നിടത്ത് അവർക്ക് കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും താഴ്ന്ന വിലയാണ്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ സങ്കടം ഉണ്ടായിരുന്നു. നമുക്കിത് കയറി പോകാതിരിക്കുമ്പോഴുള്ള എത്രത്തോളം ആളുകൾ ഇതിന് ബൈക്കിൽ ജോലിയും മറ്റു ജീവിതമാർഗമായിട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് എത്രത്തോളം നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ പോലും അപ്പുറത്തൊരു വലിയൊരു ദുഃഖം അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇത്തരം ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ വന്നപ്പോൾ വലിയ കൗതുകമായിരുന്നു. ആളുകളെ തിരക്കായിരുന്നു അവിടെ മൊത്തം അല്ലേ? തിരൂർ ഇതുവരെ കാണാത്ത ഒരു സംഭവമാണ് കണ്ടിട്ടുള്ളത്. എക്സ്പോർട്ട് ഐറ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ഒരു പാക്കിങ്ങിൻ്റെ മികവൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു കൗതുകം തന്നെയായിരുന്നു. പിന്നെ അത് വാങ്ങാൻ ഒരുപാട് ആൾക്കാർ താല്പര്യപ്പെട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ നിലനിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കർഷകർ അതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് എക്സ്പോർട്ടേഴ്സൊക്കെ ആകെ ബ്ലോക്ക് ആവും. അത് നമുക്ക് നല്ലൊരു പ്രതിസന്ധി തന്നെ ആവും. എന്തായാലും നോമ്പ് മാസമായതുകൊണ്ട് വലിയൊരു വിഷമം അവരെ സംബന്ധിച്ചിട്ടുണ്ട്. കാരണം പെരുന്നാളൊക്കെ അടുത്തിരിക്കുന്ന സമയമാണ്. ഇത്തരത്തിൽ തൊഴിലില്ലാതാകുന്ന ഒരു സാഹചര്യം കൂടി ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ തന്നെ ശാന്തമാവട്ടെ, എല്ലാം പഴയ രീതിയിലേക്ക് വരട്ടെ എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന. അതാണ് സോണലാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് തിരൂർ മാർക്കറ്റിൽ നിന്ന് ഈ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഒക്കെ ഏറെ നാൾ ഇത്തരത്തിൽ സൂക്ഷിക്കാൻ കഴിയില്ല. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ചരക്ക് കപ്പലുകൾ പലതും ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതിനും വലിയ